എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും പാഠശാലയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ പരീക്ഷയിൽ സുപ്രധാന നിയമങ്ങൾ എന്ന് പറയുന്ന ഒരു ഭാഗം സിലബസിലേക്ക് ആഡ് ചെയ്തത് വളരെ അടുത്തിടെയാണ്. അതിനുശേഷം വളരെ പ്രധാനപ്പെട്ടതും റാങ്ക് മേക്കിങ്ങുമായി മാറിയിട്ടുള്ള ഒരു ഭാഗമാണ് സുപ്രധാന നിയമങ്ങൾ എന്ന് പറയുന്നത്. സുപ്രധാന നിയമങ്ങളുടെ തന്നെ മർമ്മഭാഗം എന്ന് പറയാൻ പറ്റുന്ന വിവരാവകാശ നിയമമാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും സുപ്രധാന നിയമങ്ങളുടെ ഭാഗത്ത് നിന്നും ഒരു മാർക്കിനുള്ള ചോദ്യം വന്നിരിക്കുന്നത് വിവരാവകാശം എന്ന് പറയുന്ന ഭാഗത്ത് നിന്നാണ്. അത് LDC മാത്രമല്ല, ഡിഗ്രി ലെവൽ വരെയുള്ള പരീക്ഷകൾക്കും എന്ത് ചെയ്തിട്ടുണ്ട്, വിവരാവകാശത്തിൽ നിന്നും ചോദ്യം വന്നിട്ടുണ്ട്. ഇത് കൂടാതെ പല പരീക്ഷകളുടെയും സ്പെഷ്യൽ ടോപ്പിക്കിലും എന്ത് ചെയ്യുന്നുണ്ട്, PSC ആഡ് ചെയ്യുന്നൊരു ഭാഗമാണ് വിവരാവകാശം എന്ന് പറയുന്നത്. വളരെ ആഴത്തിൽ പഠിക്കേണ്ടതും പഠിച്ചാൽ ഒരു മാർക്ക് ഉറപ്പുവരുത്താൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു ഭാഗമാണ് ഏതെന്ന്, വിവരാവകാശം എന്ന് പറയുന്നത്. അപ്പം വിവരാവകാശം വളരെ ഡീറ്റെയിൽ ആയി വളരെ ആഴത്തിൽ നമ്മൾ പഠിക്കാനായിട്ട് പോവുകയാണ്. നമുക്കറിയാം, LDC അടക്കമുള്ള പരീക്ഷകൾ വരാൻ പോവുകയാണ്. ഏപ്രിൽ ഡിഗ്രി പ്രിലിംസിൻ്റെ ഡേറ്റ് വന്നു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന ഏതൊരു പരീക്ഷകൾക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു പാഠമാണ് നിങ്ങൾക്ക് ഇന്ന് എടുത്തു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും റെഡിയാണല്ലോ? നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ഏറ്റവും കൂടുതൽ തവണ 10th ലെവലിലൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് എന്ത്, ഇന്ത്യയിലെ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത് ഏത് നിയമമാണ്? ഇന്ത്യയിലെ വിവരാവകാശം ആണ് എന്തായിട്ട് അറിയപ്പെടുന്നത്, ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയുന്നത്. അതായത് ഇന്ത്യയുടെ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യത്തിന് ശേഷം അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടന രൂപീകരിക്കപ്പെട്ടതിന് ശേഷം രൂപം കൊണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നിയമമാണ് ഏത്, വിവരാവകാശം എന്ന് പറയുന്നത്. അത് ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തെ തൃപ്തിപ്പെടുത്തുന്നു എന്നതിനോടൊപ്പം ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുകയും കൂടുതൽ മെച്ചപ്പെട്ട ഒരു ഭരണ സംവിധാനത്തെ ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു എന്നതുകൊണ്ടാണ് നമ്മൾ അതിനെ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഏതൊരു നിയമം പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം അതിൻ്റെ ലക്ഷ്യങ്ങളിൽ നിന്ന് വേണം ആരംഭിക്കാൻ. നമ്മൾ പഠിക്കുന്നത് ഇന്ത്യയിൽ നിലവിൽ വന്നിട്ടുള്ള വിവരാവകാശ നിയമമാണെങ്കിലും ലോകത്ത് ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയത് ഏത് രാജ്യമാണ്? അത് സ്വീഡനാണ്. 1766 ആദ്യമായി എന്ത് ചെയ്യുന്നത്, സ്വീഡനിൽ വിവരാവകാശ നിയമം നിലവിൽ വരുന്നത്. അതിനും എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഇന്ത്യയിൽ നിലവിൽ വന്നത്. അങ്ങനെ നിലവിൽ വന്നിട്ടുള്ള ഇന്ത്യയിലെ വിവരാവകാശ നിയമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. പ്രധാനമായിട്ടും ഈ ലക്ഷ്യങ്ങൾ നിങ്ങൾ ഓർത്തു വെക്കണം. പരീക്ഷകൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലൊക്കെ ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഒന്ന്, പൊതു അധികാര സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിൽ ഉത്തരവാദിത്തം ഉറപ്പുവരുത്തുക. ജനങ്ങളോടൊരു ഉത്തരവാദിത്വം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും എപ്പോഴും ഉണ്ടായിരിക്കണം. ഏത് പ്രവൃത്തി നടക്കുമ്പോഴും അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നും ആ പ്രവൃത്തി ജനങ്ങളാൽ ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്നും വിവരാവകാശ നിയമം എന്ത് ചെയ്യുന്നു, ഒരു ഉറപ്പ് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട കീ വേർഡ് എന്ന് പറയുന്നത് എന്താണ്, ഉത്തരവാദിത്തം എന്നതാണ്. ഇനി അടുത്തത് സുതാര്യതയാണ്, അല്ലെ, ട്രാൻസ്പെറൻസി. എന്തൊരു പ്രവൃത്തി നടക്കുമ്പോഴും ആ പ്രവൃത്തിയിൽ എന്തെല്ലാം ഘടകങ്ങളുണ്ട്, എത്ര തുക ചെലവാകുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് ജനങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ ഏത് നിയമം അവസരമൊരുക്കുന്നു, വിവരാവകാശ നിയമം അവസരമൊരുക്കുന്നു. വിവരാവകാശ നിയമം 2005 നിലവിൽ വരുന്നത്. 2005 ശേഷം എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യയിൽ ധാരാളം അഴിമതികളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളൊക്കെ പുറത്തു വന്നു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഏതായിരുന്നു, ഈ പറയുന്ന വിവരാവകാശമായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത് ഏതാണ്, അഴിമതി നിർമ്മാർജ്ജനമാണ്. അപ്പം ഏതൊരു തരത്തിലുള്ള അഴിമതി നടക്കുമ്പോഴും, ഉദാഹരണമായിട്ട് റോഡ് പണി നടക്കുന്നു, ആ റോഡ് പണി എത്ര ലക്ഷം രൂപയ്ക്കാണ് നടക്കുന്നതെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. നമുക്ക് വേണമെങ്കിൽ ഒന്ന് പരിശോധിച്ച് നോക്കാനായിട്ട് സാധിക്കും. ഇത്രയും ലക്ഷത്തിൻ്റെ പണി ഇവിടെ നടക്കുന്നുണ്ടോ എന്നൊക്കെ ആളുകൾ പരിശോധിക്കാൻ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യും, അഴിമതിയുടെ അളവ് കുറയാനായിട്ട് തുടങ്ങും. അപ്പോൾ സ്വാഭാവികമായിട്ടും വിവരാവകാശ നിയമം എന്തിനെ ലക്ഷ്യം വെക്കുന്നുണ്ട്, അഴിമതി നിർമ്മാർജ്ജനം ലക്ഷ്യം വെക്കുന്നുണ്ട്. അടുത്തത്, ഭരണാധികാരികൾക്ക് ജനങ്ങളോടുള്ള പ്രതിബദ്ധത ഉറപ്പുവരുത്തുക. അത് ഈ പറയുന്ന ഉത്തരവാദിത്വം പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ത്, ഭരണാധികാരികൾക്ക് ജനങ്ങളോട് ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ പ്രതിബദ്ധത ഉണ്ടാവുക എന്നത്. അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ്, സമയബന്ധിതമായി വിവരങ്ങൾ നൽകുക എന്നതാണ്.
അപ്പോൾ വിവരാവകാശ നിയമം എന്ന് പറയുന്നത് സമയബന്ധിതമാണ്. എപ്പോഴെങ്കിലും വിവരങ്ങൾ നൽകുക എന്നതല്ല, കൃത്യമായ സമയത്തിനുള്ളിൽ വേണം എന്ത് ചെയ്യാനായിട്ട്, വിവരങ്ങൾ നൽകാനായിട്ട്. അതുകൊണ്ട് തന്നെ സമയബന്ധിതമായി വിവരങ്ങൾ ലഭ്യമാക്കുക എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ പറഞ്ഞത് ഇതിൻ്റെ ലക്ഷ്യങ്ങളെ കുറിച്ചിട്ടാണ്. ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് മറ്റ് നിയമവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഇതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. അവിടേക്ക് പോകുന്നതിന് മുമ്പ് ഈ നിയമത്തിൽ ആകെ 6 അധ്യായങ്ങളാണുള്ളത്, അല്ലെങ്കിൽ ചാപ്റ്റേഴ്സ് ആണുള്ളത്. എത്ര വകുപ്പുകളുണ്ട്? 31 വകുപ്പുകൾ, സെക്ഷനുകൾ 31 എണ്ണമാണുള്ളത്. 2 പട്ടികകളാണ് എന്തിലുള്ളത്, നിയമത്തിലുള്ളത്. അപ്പോൾ 6 അധ്യായങ്ങളുണ്ട്, 31 വകുപ്പുകളുണ്ട്, 2 പട്ടികകളുണ്ട്. ഇത്രയും ചേരുന്നതാണ് വിവരാവകാശ നിയമം എന്ന് പറയുന്നത്. ഇനി നമ്മൾ വിവരാവകാശ നിയമത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം പരിശോധിക്കുകയാണ്. അതായത് ഇന്ത്യയിൽ എങ്ങനെയാണ് ഈ നിയമം നിലവിൽ വന്നത്. ഇതിൻ്റെ ലോകത്തിലെ വിവിധ ഘടകങ്ങളുമായിട്ട് ഇതിന് ബന്ധമുണ്ട് എങ്കിലും നമ്മളിപ്പോൾ ഇന്ത്യയുടെ കാര്യം മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. നമുക്ക് പ്രധാനപ്പെട്ട ഒന്നിൽ നിന്ന് ആരംഭിക്കണം. അതൊരു കേസാണ്. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും, ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് ഈ കേസ് ഡയറക്റ്റ് ചോദിച്ചിട്ടുണ്ട്. എന്താണ് കേസെന്ന് ചോദിച്ചാൽ, രാജ്നരയൻ വാസസ് സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശ്. അപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിക്കെതിരെ രാജ്നരയൻ എന്ന് പറയുന്ന വ്യക്തി നൽകിയൊരു കേസാണ്. പിന്നീട് വളരെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഈ കേസിൻ്റെ ഭാഗമായിട്ട് ഒരു വിധി ഉണ്ടായി. അപ്പം ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇന്ദിരാഗാന്ധി കൃത്രിമത്വം നടത്തി എന്ന് ആരോപിച്ചുകൊണ്ടാണ് രാജ്നരയൻ കോടതിയെ സമീപിക്കുന്നത്. അങ്ങനെ ആ കേസിലാണ് എന്ത് ചെയ്യുന്നത്, ആദ്യമായിട്ട് ഇന്ദിരാഗാന്ധിക്ക് അയോഗ്യതയൊക്കെ കൽപ്പിക്കപ്പെടുന്നത്. ഈ കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കെ സുപ്രീം കോടതി നടത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു പരാമർശമുണ്ട്. അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ്? ഭരണഘടനയുടെ അനുച്ഛേദം 19(1) അല്ലേ, 19 നമ്മൾ പഠിക്കുന്നതാണ് വിവിധ സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച്. അപ്പോൾ അത്തരത്തിൽ 19(1) പ്രകാരം വിവരാവകാശത്തെ ഒരു മൗലിക അവകാശമായി പരിഗണിക്കണം. അപ്പം നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ എപ്പോഴും ഭരണഘടനയെ വ്യാഖ്യാനിക്കാനുള്ള അധികാരം എന്ന് പറയുന്നത് ആർക്കാണ്? കോടതികൾക്കാണ്. അപ്പോൾ ശരിക്കും ഭരണഘടന രൂപീകരിക്കപ്പെട്ടപ്പോൾ അവിടെ എവിടെയും റൈറ്റ് ടു ഇൻഫർമേഷൻ അല്ലെങ്കിൽ വിവരാവകാശം എന്നൊരു വാക്കേ ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ ഭരണഘടനയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള മൂല്യങ്ങളിൽ നിന്നുകൊണ്ട് സുപ്രീം കോടതി ഒരു വ്യാഖ്യാനം കൊടുക്കുകയാണ്. എന്താണ്? ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന അനുച്ഛേദം 19(1) പ്രകാരം വിവരാവകാശത്തെയും ഒരു മൗലിക അവകാശമായി കണക്കാക്കേണ്ടതാണ്. അപ്പോൾ വിവരാവകാശം മൗലിക അവകാശമായി കണക്കാക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞത് ഏത് കേസിലൂടെയാണ്? അത് രാജ്നരയൻ വാസസ് സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശ് എന്ന് പറയുന്ന കേസാണ്. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവവികാസമാണ്. ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ വിവരാവകാശവുമായി ബന്ധപ്പെട്ട് പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് 1990-കൾക്ക് ശേഷം രൂപം കൊള്ളുന്ന ഒരു സംഘടനയാണ്. PSC ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളൊരു സംഘടനകളിൽ ഒന്നാണിത്. ഏതാണ്? MKSS എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പറയാനുള്ളത് അത് തന്നെയാണ്, മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. രാജസ്ഥാനിലാണ് ഈ പറയുന്ന സംഘടനകൾ 1990 എന്ത് ചെയ്യുന്നത്, രൂപം കൊള്ളുന്നത്. രൂപീകരിച്ചത് ആരാണ്? അരുണ റോയിയുടെ നേതൃത്വത്തിലാണ് രൂപീകരിച്ചത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് രൂപീകരിച്ചത് അസംഘടിതരായ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടായിരുന്നു ആദ്യം. പിന്നീട് ഇവരുമായി ബന്ധപ്പെട്ട നിരവധി ഇടപെടലുകൾ നടത്തിയപ്പോൾ ഇവർക്ക് ശക്തി കിട്ടണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമം നടപ്പിലാക്കണമെന്ന് MKSSന് മനസ്സിലായി. അങ്ങനെ MKSS ആണ് ഇന്ത്യയിൽ വിവരാവകാശം നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ധാരാളം മൂവ്മെൻറ്റുകൾ സംഘടിപ്പിച്ചത്. അത്തരത്തിൽ ഉറപ്പായും നിങ്ങൾ ഓർത്തു വെക്കേണ്ട മൂവ്മെൻറ്റുകളുടെ പേരിൽ ഒന്ന് NCPRI എന്നാണ്. എന്താണ് NCPRI? അത് നാഷണൽ ക്യാമ്പയിൻ ഫോർ പീപ്പിൾസ് റൈറ്റ് ടു ഇൻഫർമേഷൻ. ഇത് ദേശീയ തലത്തിൽ തന്നെ നടന്നിട്ടുള്ള വളരെ വിശാലമായിട്ടുള്ള ഒരു ക്യാമ്പയിനാണ്. എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലേക്ക് എന്ത് ചെയ്തു, ഈ ക്യാമ്പയിന് വലിയ സ്വാധീനം കിട്ടി. വിദേശ പത്രങ്ങളൊക്കെ അന്ന് എഴുതിയത് ഇന്ത്യയിൽ ആദ്യമായി പട്ടിണിക്കാരായ ജനങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു അവകാശത്തിന് വേണ്ടിയിട്ട് സമരം ചെയ്യുന്നു. രാഷ്ട്രീയമോ ജാതിയോ മതഭേദങ്ങളോ ഒന്നുമില്ലാതെ ജനങ്ങൾ ആദ്യമായി തെരുവിലേക്ക് ഇറങ്ങിയ ഒരു സംഭവ വികാസമായിരുന്നു NCPRI എന്ന് പറയുന്നത്. ഇതിന് നേതൃത്വം കൊടുത്ത സംഘടനയാണ് MKSS എന്ന് പറയുന്നത്. രൂപീകരിച്ചത് അരുണ റോയിയുടെ നേതൃത്വത്തിലാണ്. രൂപം കൊണ്ടത് രാജസ്ഥാനിലാണ്. 1990-കളിലാണ് MKSS രൂപം കൊള്ളുന്നത്. അപ്പം ഈ കേസും ഈ സംഘടനയും ഇന്ത്യയിൽ വിവരാവകാശം നിലവിൽ വരാൻ ഏറ്റവും സുപ്രധാനമായ പങ്ക് വഹിച്ച 2 സംഭവങ്ങളാണ്. ഇത് നിർബന്ധമായും പഠിച്ചിരിക്കുക.
ഇനി അപ്പോൾ നമ്മൾ പറഞ്ഞു 90കളിൽ MKSS രൂപം കൊണ്ടു, ഇന്ത്യയിലാകെ NCPRI എന്ന് പറയുന്ന മൂവ്മെൻ്റ് ആരംഭിച്ചു. ഇതോടുകൂടി തന്നെ വിവരാവകാശവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാനം എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? വിവരാവകാശം നടപ്പിലാക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ ഈ ചരിത്രം ഇങ്ങനെ പഠിച്ചു വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇതിങ്ങനെ നിൽക്കും. ഇതൊരു ഓർഡറിലാണ് എന്ത് ചെയ്യുന്നത്, നടന്നു പോകുന്നത്. തമിഴ്നാട്ടിലാണ് 1997 ഇന്ത്യയിൽ ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്, വിവരാവകാശം നടപ്പിലാക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? അത് തമിഴ്നാടാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് പഠിക്കാം രണ്ടാമത് നടപ്പിലാക്കിയ സംസ്ഥാനം. അത് രണ്ടാമത് നടപ്പിലാക്കിയിരിക്കുന്നത് എവിടെയാണ്? ഗോവയിലാണ്. ഏതാണ്? ഗോവ. 1997 തന്നെയാണ് ഗോവ നടത്തുന്നത്, പക്ഷേ തമിഴ്നാടിന് ശേഷമാണ്. പിന്നീട് മൂന്നാമതാണ് രാജസ്ഥാൻ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന റൈറ്റ് ടു ഇൻഫർമേഷൻ നടപ്പിലാക്കുന്നത്. അപ്പോൾ വിവരാവകാശം ആദ്യമായിട്ട് നടപ്പിലാക്കിയത് ഏതാണ്? തമിഴ്നാട്ടിലാണ്. ഇനി ഇന്ത്യയുടെ മൊത്തത്തിലുള്ള കാര്യം പറയുമ്പോൾ, ഇന്ത്യയിൽ നമ്മൾ ഇന്ന് പറയുന്ന RTI നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു നിയമം നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് അറിയപ്പെടുന്നത് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 എന്ന പേരിലാണ്. PSC ഇത് ചോദിച്ചിട്ടുള്ളത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, വിവരാവകാശത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമം ഏതാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ശരി ഉത്തരം ഏതാണ്? 2002 ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് ആണ്. പക്ഷേ എന്തുകൊണ്ടായിരിക്കാം ഈ നിയമം പിൻവലിക്കപ്പെട്ടത്, അല്ലെങ്കിൽ ഈ നിയമത്തെ റദ്ദ് ചെയ്തുകൊണ്ടാണ് RTI നിലവിൽ വന്നത്? എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിച്ചത്? ഈ രണ്ട് നിയമങ്ങളും തമ്മിൽ ആകെ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. അത് ആ നിയമത്തിൻ്റെ പേര് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. എന്താണ്? റൈറ്റ് ടു ഇൻഫർമേഷൻ, ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ. ഒന്ന് ഒരു അവകാശവും മറ്റേത് സ്വാതന്ത്ര്യവുമാണ്. നമുക്കൊരു സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ അത് അവകാശം എന്ന് പറയുമ്പോൾ നമുക്കത് ലഭിച്ചില്ലെങ്കിൽ ചോദ്യം ചെയ്യാനുള്ള സാധ്യത എവിടെയുണ്ട്. എന്നാൽ സ്വാതന്ത്ര്യമാകുമ്പോൾ അങ്ങനെ ചോദ്യം ചെയ്യാനുള്ള ഒരു അവകാശം നമുക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആ നിയമത്തിൻ്റെ അന്തസത്തയ്ക്ക് ചേരുന്ന ഒന്നായിരുന്നില്ല. അതുകൊണ്ടാണ് 2002 നിലവിൽ വന്ന ഈ നിയമം പിന്നീട് എന്ത് ചെയ്തത്, പിൻവലിച്ചുകൊണ്ട് റൈറ്റ് ടു ഇൻഫർമേഷൻ നടപ്പിലാക്കിയത്. അപ്പോൾ വിവരാവകാശത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമമാണേത്? 2002 ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് എന്ന് പറയുന്നത്. വളരെ വ്യക്തമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് റൈറ്റ് ടു ഇൻഫർമേഷനിലേക്ക് നയിച്ച സംഭവങ്ങളാണ്. ഇതെല്ലാം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, വിവിധ പരീക്ഷകൾക്ക് വിവിധ രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു നിയമം പഠിക്കുമ്പോൾ പലരും ചിന്തിക്കും നിയമം മാത്രം പഠിച്ചാൽ പോരെ. പക്ഷേ ഈ നിയമം വന്നത് വെറുതെ വന്നതല്ല, ഇതിനൊരു വലിയ ഹിസ്റ്ററി ഉണ്ട്. ഇത് പല പരീക്ഷകൾക്കും എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇനി നമ്മൾക്ക് പഠിക്കാനുള്ള RTIയിലേക്ക് വരികയാണ്. ഇത് ഇന്ത്യയിൽ എന്നാണ് അവതരിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ലോക്സഭ പാസ്സാക്കുന്നത് 2005 മെയ് 11 രാജ്യസഭ പാസ്സാക്കുന്നത് 2005 മെയ് 12 ഇനി രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുന്നത് 2005 ജൂൺ 15 എന്നാണ് ഈ പറയുന്ന നിയമം നിലവിൽ വന്നത്. അതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. 2005 ഒക്ടോബർ 12 അപ്പോൾ 4 തീയതികൾ പറഞ്ഞു. അതിൽ 2005 ഒക്ടോബർ 12 ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, മറക്കരുത്. ഇനി ഈ നിയമം പാസ്സാക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? അത് മൻമോഹൻ സിംഗ് ആയിരുന്നു. ഇനി നിയമം പാസ്സാക്കുമ്പോൾ രാഷ്ട്രപതി അല്ലെങ്കിൽ നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ആരാണ്? അത് APJ അബ്ദുൽ കലാമാണ്. അപ്പോൾ നിയമവുമായി ബന്ധപ്പെട്ടതിൻ്റെ ചരിത്ര പശ്ചാത്തലം അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ്.